യെസ്, നോക്കൂ, ജന്മഭൂമിയിൽ നമുക്ക് തുടങ്ങാം. വളരെ പെട്ടെന്ന്, സമയം കുറവുണ്ടായിരുന്നു. 8:30 നമ്മുടെ പുതിയ ഇലക്ഷൻ വാർത്തകൾ തുടങ്ങുകയാണ്. അപ്പോൾ ജന്മഭൂമിയിൽ ഏറ്റവും മുഖപ്പേജിൽ ശബരി റെയിൽപാത കേന്ദ്രം നടപടി തുടങ്ങി, ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിച്ചെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം എന്ന നിയമകാര്യ ലേഖകന്റെ വാർത്തയാണ് മുൻ പേജിൽ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് ചിത്രം, രാമരക്ഷായന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ അയോധ്യയിലെത്തിയ മാതാമൃതാനന്ദമയി ദേവിയെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് നിർമ്മാണ സമിതി അധ്യക്ഷൻ നൃപേന്ദ്ര മിശ്ര തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കുന്ന ഒരു ദൃശ്യം ചിത്രം മുഖപ്പേജിൽ നൽകിയിട്ടുണ്ട്. ആ മുഖപ്പേജിൽ നൽകിയിരിക്കുന്ന ചിത്രത്തിൻ്റെ അതേ വാർത്ത പിൻപേജിൽ അവർ നൽകിയിട്ടുണ്ട്, വാർത്തയായി വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ രാമരക്ഷായന്ത്ര പ്രതിഷ്ഠ ഇന്ന്. മാതാമൃതാനന്ദമയി ദേവി പങ്കെടുക്കും. രാമരക്ഷായന്ത്രം അറിവിൻ്റെ പ്രതീകമെന്ന് അമൃതാനന്ദമയി ദേവി പറഞ്ഞതും അതിനകത്ത് വരുന്നുണ്ട്. ഉൾപേജിൽ വന്നാൽ നിറയെ രാഷ്ട്രീയ വാർത്തകൾ തന്നെയാണ് വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. അതിനിടയിൽ ഒരു വാർത്ത, പിണറായി ഭരണത്തിൻ്റെ 10 വർഷം, ബാറുകൾ കൂട്ടി സ്കൂളുകൾ പൂട്ടി എന്ന രവീന്ദ്രവർമ്മ അംബാ നിലയത്തിൻ്റെ ഒരു വാർത്തയാണ്. വളരെ രസമുള്ള ടൈറ്റിലാണ്, ബാറുകൾ കൂട്ടി സ്കൂളുകൾ പൂട്ടി. ഇനി ദേശാഭിമാനിലേക്ക് നോക്കാം. ദേശാഭിമാനിക്ക് പ്രത്യേകതയുണ്ട്. ഈ ഒരു പത്രം കണ്ടു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പാർട്ടികളിലും പ്രശ്നമുണ്ട്, പക്ഷേ LDF ഒരു വിഷയമില്ല എന്ന രീതിയിലാണ്. കാരണം വിമതപ്പട കോൺഗ്രസിലെ വിഷയമുണ്ട്, LDF ലീഗിലെ പ്രശ്നമുണ്ട്. അതേസമയം BJP നേതാക്കൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ എന്നൊരു വാർത്ത കൂടിയുണ്ട്. ഈ വിമതപ്പട കൂട്ടരാജി എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിലെ പ്രതിസന്ധി നമുക്കറിയാം, അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 10-12 മുൻ MLA-മാരും മന്ത്രിമാരും ഇപ്പോൾ UDF-ൻ്റെയോ NDA ഭാഗമായി മത്സരിക്കുകയാണ്. അപ്പോഴാണ് വിമതപ്പട എന്ന് വലിയ തലക്കെട്ടിൽ. അവരുടെ വാർത്തയാണോ സംശയമുണ്ട്. വിമതപ്പട കൂട്ടരാജി LDF-ൽ CPM എന്നായിരിക്കും അല്ലേ, മാറിപ്പോയാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ലീഗിലും ലഹള എന്ന് പറഞ്ഞ് ലീഗിലെ വിഷയമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അബ്ദുൽ റഹ്മാൻ രണ്ടത്താണിയുടെ വാർത്ത. അതോടൊപ്പം തന്നെ BJP നേതാക്കൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്. കുമ്മനവും ശ്രീധരൻപിള്ളയും ആദ്യ പട്ടികയിലില്ല എന്നൊക്കെ പറഞ്ഞ വാർത്ത. നമുക്കറിയാം BJP-യുടെ ആദ്യഘട്ട പ്രഖ്യാപനം മാത്രമാണ് വന്നിട്ടുള്ളത്, രണ്ടാമത്തെ ഘട്ടം പ്രഖ്യാപിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മറ്റ് മുന്നണികൾ പറയുന്നത് പോലെ എങ്ങനെയാണെന്നുള്ളത് BJP കാര്യം വ്യക്തമാണ്, കൃത്യമാണ്, അവർ പ്രഖ്യാപിക്കുമ്പോൾ അറിയാം. ശരി, സമയപരിമിതി ഉള്ളതുകൊണ്ട് മനോരമയിലേക്ക് പോകുന്നു. ഇസ്രായേൽ ആക്രമണം, ഇറാൻ ഇന്റലിജൻസ് മന്ത്രിയും കൊല്ലപ്പെട്ടു, തുടർ പ്രഹരം എന്ന തലക്കെട്ടോടെ, അതായത് ഇറാന്റെ തലപ്പത്തിരിക്കുന്നവരെല്ലാം ഉന്മൂലനം ചെയ്യുമെന്ന് ട്രംപ് പറയുന്നു. അതിൻ്റെ തുടർച്ച നമ്മൾ കാണുന്നു. മറ്റൊന്ന്, കോൺഗ്രസ് രണ്ടാം പട്ടിക നീളുന്നു, രാഹുൽ ഇടപെട്ടു, ഖർഗെയുടെ വസതിയിൽ രാത്രി വൈകിയും യോഗം തുടരുന്നു എന്നാണ്. വൈകിയാണ് അവസാനിച്ചത്. ഇനിയും ഒരു തീരുമാനത്തിലും എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് പറയുന്നുണ്ട്. വട്ടിയൂർക്കാവ് എൽ ക്ലാസിക്കോ, നമ്മൾ ഫുട്ബോളിൽ റയൽ മാഡ്രിഡ് ബാഴ്സ പോരാട്ടത്തെ പറയുന്നത് പോലെയാണ് അവിടെയും പറയുന്നത്. മറ്റൊരു വാർത്ത, കോൺഗ്രസ് MP-മാരിൽ തട്ടി രണ്ടാം പട്ടിക വൈകുന്നു, വല്ലാത്ത യോഗം എന്നാണ് പറയുന്നത്. ആർക്കാണ് ഈ യോഗം എന്നറിയില്ല. ഈ യോഗം ചേരുന്നതിൻ്റെ സമയക്രമം ഇങ്ങനെ കൂടുകയാണ്, പക്ഷേ തീരുമാനത്തിൽ എത്താൻ ആകുന്നില്ല എന്നാണ് ആ വാർത്ത പറയുന്നത്. മറ്റൊന്ന്, കാഴ്ചപ്പാട് പേജിലേക്ക്, എഡിറ്റോറിയലിലേക്ക് വന്നാൽ അവർ നൽകുന്ന ഒരു വാർത്ത, കുറഞ്ഞത് 100 സീറ്റിൽ UDF ജയിക്കുമെന്നാണ് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫിൻ്റെ പ്രവചനം എന്ന് പറഞ്ഞ് പോർമുഖാമുഖം എന്ന തലക്കെട്ടിൽ കമ്മ്യൂണിസ്റ്റുകാർ മാറിച്ചെത്തിക്കും എന്ന രീതിയിൽ ഒരു അഭിമുഖം എഡിറ്റോറിയൽ പേജിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി കേരള കൗമുദി, അതും നമ്മൾ മെയിൻ വാർത്ത നോക്കി കഴിഞ്ഞാൽ അതും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. കലഹം മൂത്ത മുന്നണികൾ, അത് 3 മുന്നണികളെയും ഒരുപോലെ പറയുന്നു. ശ്രീകുമാർ പള്ളിയിലത്തിൻ്റെ ഒരു റിപ്പോർട്ടാണ്. പത്രികാ സമർപ്പണത്തിന് 5 ദിവസം, CPM ശ്രമത്തിൻ്റെ CPM നേരിടുന്ന തിരിച്ചടികൾ, അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ വിമത ശബ്ദം, അതോടൊപ്പം BJP-യിൽ തർക്കം എന്ന് പറഞ്ഞ് BJP-യെയും അവർ എഴുതിയിട്ടുണ്ട്. പട്ടികയിൽ തീരുമാനമാകാത്ത കോൺഗ്രസ്, BJP-യിൽ പണലപ്പിണക്കം, LDF-ൽ വിമതർ എന്ന് പറഞ്ഞ് കേരള കൗമുദിയും വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പത്രവാർത്തകൾ.